എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ നെഗറ്റീവ് ചിന്തകൾ പലപ്പോഴും ഒരു പരിധി വിട്ട് കടന്നു പോകാറുണ്ട്. നെഗറ്റീവ് ചിന്തകൾ എല്ലാവർക്കും വരും. പക്ഷേ പലപ്പോഴും ഈ നെഗറ്റീവ് ചിന്തകൾ പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പരിധിക്കപ്പുറത്തേക്ക് പോകുന്ന നെഗറ്റീവ് ചിന്തകളെ ഞാൻ ഓവർ തിങ്കിങ് ചെയ്യുന്നു, ഞാൻ ഓവറായി നെഗറ്റീവായി ചിന്തിക്കുന്നു എന്നെല്ലാം പറയുന്ന ആളുകൾക്കുള്ള 5 പോയിൻ്റാണ് ഈ വീഡിയോയിൽ പ്രധാനമായും. ഈ 5 പോയിന്റുകൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ നെഗറ്റീവ് ചിന്തകളെ സ്പൈറൽ ചെയ്ത് കൂടുതൽ കാറ്റാസ്ട്രോഫൈസ് ചെയ്ത് കൂടുതൽ വഷളായ സാഹചര്യത്തിലേക്ക് പോകുന്നതിന് തടയാം. അതിനു വേണ്ടിയിട്ടുള്ള 5 വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് ഈ വീഡിയോയിലുള്ളത്. ഒന്നാമത്, ഐ ഷുഡ്, ഞാൻ തന്നെ അതിനെ കൈകാര്യം ചെയ്യണം, ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ചിന്താരീതി ഒഴിവാക്കുക. എനിക്കത് ചെയ്തേ പറ്റൂ, ഞാൻ അങ്ങനെയേ പറ്റൂ, ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ വല്ലാത്ത അവസ്ഥയിലാകും, അല്ലെങ്കിൽ ഞാനൊരു മോശക്കാരനാകും, അല്ലെങ്കിൽ ഞാനൊരു തോൽവിയാകും എന്നുള്ള ചിന്താരീതി ഒഴിവാക്കുക. നിങ്ങൾ ചെയ്യണം എന്നല്ല, എനിക്കും ചെയ്യാൻ കഴിയും, ഞാനും ശ്രമിക്കാം. 100% പെർഫെക്ഷൻ ഒന്നും ആർക്കുമില്ല. 100% പെർഫെക്ഷൻ വേണം, ഐ ഷുഡ്, ഞാൻ ചെയ്തേ മതിയാകൂ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ മാനസിക സമ്മർദ്ദം തരികയാണ്. ആ സാഹചര്യത്തെ ഫേസ് ചെയ്യുവാൻ നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഐ ഷുഡ് എന്നുള്ള ആ ചിന്താരീതി, ഞാൻ ചെയ്തേ പറ്റൂ, ഞാനേ ചെയ്യണം, ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്താരീതി ധൈര്യമായി ഉപേക്ഷിച്ചോളൂ. അത് പെർഫെക്ഷനിസത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്ക് അങ്ങനെ ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊരു സാധാരണ മനുഷ്യനാണ്, ചെയ്യാൻ സാധിച്ചാൽ ചെയ്യും, അത്രയേ ഉള്ളൂ. രണ്ടാമത്, നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് ചിന്ത പാറ്റേൺ, രീതികളെ നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെ വരുന്നു, ഏത് സാഹചര്യത്തിൽ വരുന്നു, എപ്പോഴെല്ലാം വരുന്നു, ഏതൊക്കെ തരത്തിലുള്ള ചിന്തകളാണ് വരുന്നത്, ആ വരുന്നത് എത്ര നേരം നിൽക്കുന്നു, എങ്ങനെ പോകുന്നു, അങ്ങനെ ഇല്ലാതാവുന്നത് എങ്ങനെ, അങ്ങനെ ഇല്ലാതാവുന്നതിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ. ഉദാഹരണത്തിന്, നിങ്ങളൊരു പക്ഷേ ഡിസ്ട്രാക്ട് ചെയ്തിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ വേറൊരു ടെലിഫോൺ കോൾ വന്ന സമയത്തായിരിക്കാം നിങ്ങൾ ആ കോൾ അറ്റൻഡ് ചെയ്യാൻ പോയത് കൊണ്ട് ഈ ചിന്തകൾ മാറിയിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കുവാനുള്ള ഏറ്റവും ബെസ്റ്റ് വഴി എന്താ? ജേർണലിംഗ് തന്നെയാണ്. ഒരു പേപ്പറും പേനയും എടുത്ത് അല്ലെങ്കിൽ ഒരു ഡയറി എടുത്ത് കൃത്യമായ കോളങ്ങൾ ഉണ്ടാക്കി ഓരോ ചിന്തകളുടെയും സമയവും ദിവസവും, അത് എന്തായിരുന്നു ചിന്തകൾ വിശദമായി എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് എഴുതുക. ആ ചിന്തകൾ എത്ര നേരം നിലനിന്നു എന്ന് എഴുതുക. അത് എങ്ങനെ മാറി എന്ന് എഴുതുക. മാറുന്നതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഡിസ്ട്രാക്ഷൻ മെത്തേഡോ, അതല്ലെങ്കിൽ കളിക്കാൻ പോയി, അതല്ലെങ്കിൽ നടക്കാൻ പോയി, അതല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തു, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എഴുതുക. ഒരു പാറ്റേൺ കിട്ടിയാൽ ഈ ചിന്തകൾ സ്വാഭാവികമായും ഇല്ലാതാവുന്നത് കാണാം. മൂന്നാമത്, ചിന്തകളെ ഒരു ട്രയലിലേക്ക് കൊണ്ടുവരിക. ഉദാഹരണത്തിന്, ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല, ഞാൻ ആകെ ക്ഷീണിതനാണ്, എനിക്കൊന്നിനും സാധിക്കില്ല എന്നെനിക്ക് തോന്നുന്നു എന്നുള്ള നെഗറ്റീവ് ചിന്ത വന്നാൽ നിങ്ങൾ അതിനെ ഒന്ന് പോയി നോക്കിയാൽ എന്താ എന്നുള്ളൊരു കാഴ്ചപ്പാട്ടിലേക്ക് മാറ്റുക. ശരി, എനിക്ക് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കളിച്ച് ഞാൻ തിരിച്ചു വരും. പോകാതിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഒരു 5 മിനിറ്റ് കളിച്ച് തിരിച്ചു വരുന്നത്? ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ നെഗറ്റീവ് ചിന്തകളെ ഒന്ന് ശ്രമമാക്കി മാറ്റിയെടുക്കുക, ട്രയലാക്കി മാറ്റിയെടുക്കുക. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. നാലാമത്, ഈ നെഗറ്റീവ് ചിന്തകൾ കാരണം നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തെയും പ്രശ്നങ്ങളെയും എമോഷൻസിനെയും അംഗീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണ്ടേ? ഇത് വരാൻ കൃത്യമായ കാരണങ്ങളുണ്ട്. ഇത് വരും, കുറച്ച് നേരം കഴിഞ്ഞാൽ മാറിക്കോളും. അതല്ലാതെ ഇത് പെർമനൻ്റായി എൻ്റെ മനസ്സിൽ നിൽക്കാൻ പോകുന്നില്ല. നെഗറ്റീവ് ചിന്തകൾ വരും, അതിൻ്റേതായ മാനസിക സമ്മർദ്ദം വരും, അത് നമുക്ക് ശാരീരികമായും മാനസികമായും ലക്ഷണങ്ങൾ ഉണ്ടാക്കും. അതിനു പുറമെ നമ്മുടെ മനസ്സിൽ വികാരങ്ങളും ഉണ്ടാക്കും. പക്ഷേ ഇതൊന്നും നിരന്തരമല്ല, വരും പോകും, വരും പോകും. അതിനൊരു പാറ്റേൺ ഉണ്ട്. അതുകൊണ്ട് കൃത്യമായി ഈ പറയുന്ന നെഗറ്റീവ് തോട്ടുകളെയും അതിൻ്റെ ശാരീരിക ലക്ഷണങ്ങളെയും മാനസിക ലക്ഷണങ്ങളെയും വികാരങ്ങളെയും ഭംഗിയായി അക്സെപ്റ്റ് ചെയ്യുക. താൻ വന്നോളൂ, കുറച്ച് നേരം കഴിഞ്ഞാൽ പൊക്കോളൂ എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നാൽ
ഇവ നിങ്ങളെ അത്ര കഠിനമായി ഉപദ്രവിക്കില്ല എന്നർത്ഥം. അടുത്ത പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ്, നമ്മുടെ നെഗറ്റീവ് ചിന്തകൾക്ക് മേലെ പോസിറ്റീവ് തോട്ട്സ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് അല്ല അവിടെ പറയുന്നത്. കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് അതാണ് ചെയ്യുന്നത്. നെഗറ്റീവ് തോട്ട്സിന്റെ മേലെ പോസിറ്റീവ് ചിന്തകൾ പ്രാക്ടീസിലൂടെ കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് നെഗറ്റീവ് ചിന്തകൾക്ക് മേലെ പോസിറ്റീവ് ചിന്തകൾ അടിച്ചേൽപ്പിക്കരുത്. അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ നിൽക്കുക, അതിൻ്റെ തോളത്ത് കൈയിട്ട് അതിനെ താലോലിക്കുക. അതിനുശേഷം അതിനോട് പറയുക, എനിക്ക് തന്നെ ഇഷ്ടമാണ്, നെഗറ്റീവ് തോട്ട്സിന് എനിക്കിഷ്ടമാണ്, പക്ഷെ തൽക്കാലം എനിക്ക് വേറൊരു ജോലിയുണ്ട്, ഞാൻ ആ ജോലി ചെയ്യട്ടെ, അതിനുശേഷം ഞാൻ തൻ്റെ കൂടെ ഇരിക്കാം എന്ന് പറഞ്ഞ് പതിയെ നിങ്ങളുടെ അറ്റൻഷൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക, മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറ്റുക, മറ്റൊരു പ്രവൃത്തിയിലേക്ക് മാറ്റുക. ഇവിടെയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബി വളരെയധികം ഉപകാരപ്രദമായി വരും. ഈ 5 കാര്യങ്ങളാണ് നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തകളെ അങ്ങേയറ്റം സ്പൈറൽ ചെയ്ത് ഒരു കാറ്റാസ്ട്രോഫൈസിങ് എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ സഹായിക്കുന്ന 5 ഘടകങ്ങൾ. പ്രാക്ടീസ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് അകറ്റുവാൻ സാധിക്കും.